ഒരു കുടുംബജീവിതം എങ്ങനെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ആര് വിചാരിച്ചാലാണ് ഒരു കുടുംബജീവിതം സന്തോഷമുള്ളതായി തീരുന്നത്? ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു കുടുംബം സന്തോഷമുള്ളതായി തീരുമോ? അതിനു മുമ്പ് ഒരു കുടുംബം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. വ്യത്യസ്തമായ ഭവനങ്ങളിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ, വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത നിറം, വ്യത്യസ്ത ആരോഗ്യം, വ്യത്യസ്ത ചിന്താഗതികൾ, വ്യത്യസ്തമായ ശബ്ദം, വ്യത്യസ്തമായ ശക്തി, ഇങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബമുണ്ടാകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം വ്യത്യസ്തമായ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കറിയാം അവിടെ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമായി ഉണ്ടാകും. അതിൽ ഒരു വ്യക്തി മാത്രം വിചാരിച്ചതുകൊണ്ട് ഒരു കുടുംബം ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായി തീരുകയില്ല. രണ്ട് വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് ആ കുടുംബം സന്തോഷമുള്ളതായി തീരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, റോഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്, ഒരു വാഹനം അവിടുന്ന് ഇങ്ങോട്ടും ഒരു വാഹനം ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നത് നമ്മുടെ നിത്യ കാഴ്ചയല്ലേ? എന്തുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കൂട്ടിയിടിക്കാത്തത്? അവിടുന്ന് വണ്ടി ഓടിക്കുന്ന വ്യക്തിയും ഇവിടുന്ന് വണ്ടി ഓടിക്കുന്ന വ്യക്തിയും കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് മുന്നിൽ വരുന്ന വണ്ടിയെ ശ്രദ്ധിച്ച് കടന്നു പോകുന്നത് കൊണ്ടാണ് അവിടുന്നും ഇവിടുന്നും വരുന്ന വണ്ടികൾ കൂട്ടിയിടിക്കാത്തത്. രണ്ട് ദിശയിലൂടെ അത് കടന്നു പോകും. എന്നാൽ ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ഒരല്പമൊന്ന് തെറ്റിച്ചാൽ ആ വണ്ടി കൂട്ടിയിടിക്കും. അതായത് ഒരു വ്യക്തി എത്ര ശ്രദ്ധിച്ചോടിച്ചാലും ഏതെല്ലാം ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാലും എതിരെ വരുന്ന വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായും ആ വണ്ടികൾ കൂട്ടിയിടിക്കും. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിലും സംഭവിക്കുന്നത്. രണ്ടുപേരും അവരവരുടെ ചുമതലകൾ നിർവഹിച്ചില്ലെങ്കിൽ ആ കുടുംബ ബന്ധം മുന്നോട്ട് പോവുകയില്ല. ഭർത്താവ് തൻ്റെ ചുമതല നിർവഹിക്കണം, ഭാര്യ തൻ്റെ ചുമതല നിർവഹിക്കണം. ആ രണ്ടുപേരും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബം സ്വസ്ഥതയും സമാധാനവുമുള്ളതാകുകയുള്ളൂ. ഭർത്താവ് എത്ര ശ്രമിച്ചാലും ഏതെല്ലാം നല്ല രീതിയിൽ ജീവിച്ചാലും ഭാര്യ തൻ്റെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ആ കുടുംബം സന്തോഷമില്ലാത്തതും ദുഃഖം നിറഞ്ഞതായിരിക്കും. ഭാര്യ എത്രയെല്ലാം നല്ല രീതിയിൽ ജീവിച്ചാലും തൻ്റെ കടമകൾ പൂർണ്ണമായി നിർവഹിച്ചാലും ഭർത്താവ് തൻ്റെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ആ കുടുംബവും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതാകും. ഇനിയും ഒരു ഭർത്താവ് എത്ര അധ്വാനിച്ചു കൊണ്ടുവന്നാലും എന്തെല്ലാം എവിടുന്നെല്ലാം കൊണ്ടുവന്നാലും ആ വീട്ടിൽ മിച്ചം വരണമെങ്കിൽ, ആ വീട്ടിൽ എന്തെല്ലാം ബാക്കി വെക്കണമെങ്കിൽ ഭാര്യ വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ബൈബിള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഉത്തമയായ ഭാര്യ ഭർത്താവിന് കിരീടം, അപമാനം വരുത്തി വെക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് ഉത്തമയായ ഭാര്യ? ഒത്തിരിയേറെ സൗന്ദര്യമുള്ളവളോ ശക്തിയുള്ളവളോ സ്ത്രീധനം കൂടുതൽ കൊണ്ടുവരുന്നവളോ അല്ല. തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് കൃത്യമായി കുടുംബാംഗങ്ങൾക്ക് പോറ്റി അവരുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു. കുടുംബത്തെ ചേർത്ത് നിർത്തി കുടുംബകാര്യങ്ങൾ ഭംഗിയായും സന്തോഷത്തോടെയും കൊണ്ടുപോകുമ്പോൾ അവളാണ് യഥാർത്ഥത്തിൽ ഉത്തമയായ ഭാര്യ. അവളാണ് ഭർത്താവിന് കിരീടം. അവൻ്റെ അസ്ഥികൾക്ക് അർബുദമായി എപ്പോഴാണ് ഒരു ഭാര്യ മാറുന്നത്? എന്തെല്ലാം കൊണ്ടുവന്നാലും അത് കൃത്യമായി നിർവഹിക്കാതെ, വരുമാനം അറിയാതെ ചെലവാക്കി കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഭാര്യ ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭാര്യ എന്നും ഭർത്താവിന് അർബുദം തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഓരോ ഭർത്താവും. ഭർത്താവിനെ കുറിച്ച് പറയുന്നത്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അപ്പോൾ ഒരു ഭർത്താവ് അധ്വാനിക്കുന്നവനായിരിക്കണമെന്ന് അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. കുടുംബാംഗങ്ങൾക്ക് വേണ്ടതും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞും പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു ഭർത്താവ്. അവൻ ഒരിക്കലും അലസനായിരിക്കരുതേ എന്ന്
നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ അധ്വാനിക്കണം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവൻ അധ്വാനിച്ച് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കണം. ഭാര്യയുടെയും മക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ സന്തോഷങ്ങൾ പൂർണ്ണമായും സാധിച്ചു കൊടുക്കുവാൻ പറ്റുന്നത് അത്രയും സാധിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു ഭർത്താവ് യഥാർത്ഥത്തിൽ ഭർത്താവായി തീരുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും അനേക കുടുംബങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ പിന്നിൽ പലപ്പോഴും പരസ്പരം അവരുടെ കടമകൾ അവരെ നിർവഹിക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഒരിക്കലും വിവാഹം കഴിച്ചതിന് ശേഷം നാം ഒരിക്കലും പറയരുത് എൻ്റേത് നിൻ്റേത്. വിവാഹത്തിന് ശേഷം ഒരിക്കലും നിൻ്റേതും എൻ്റേതുമില്ല. പകരം എല്ലാം നമ്മുടേതാണ്. വിവാഹത്തിന് മുമ്പാണ് നിൻ്റെയും എൻ്റെയും. വിവാഹത്തിന് ശേഷം രണ്ടായിരുന്നവർ ഒന്നായതിന് ശേഷം ഒരിക്കലും രണ്ടല്ല, അതെപ്പോഴും ഒന്നാണ്. ഒരു ഭാര്യ എത്ര അധ്വാനിച്ച് എന്തെല്ലാം കൊണ്ടുവന്നാലും അതൊരിക്കലും അവളുടേതല്ല. ഭർത്താവ് എന്തെല്ലാം അധ്വാനിച്ച് എന്തെല്ലാം കൊണ്ടുവന്നാലും അതൊരിക്കലും അവൻ്റേതല്ല, പകരം നമ്മുടേതെന്ന് ഏത് കുടുംബം ചിന്തിക്കാൻ തുടങ്ങുന്നു, ഏത് ദമ്പതിമാർ അവരുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു, ആ കുടുംബങ്ങളിലാണ് എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത്. ഇന്നൊരു പക്ഷേ ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളവും കൂടുതൽ സാലറിയൊക്കെ മേടിക്കുന്നവളായിരിക്കാം. എന്നാൽ എത്ര സാലറി മേടിച്ചാലും നമ്മുടേതെന്ന് ആ ഭാര്യയ്ക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കും. ഭർത്താവ് എത്രയേറെ അധ്വാനിച്ചു കൊണ്ടുവന്നാലും ഞാൻ കൊണ്ടുവന്നത് എൻ്റേതെന്ന് പറയാതെ നമ്മുടേതെന്ന് ആ ഭർത്താവ് ചിന്തിക്കാൻ തുടങ്ങുന്നു, ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. എപ്പോഴും ഓർക്കുക, വിവാഹത്തിന് ശേഷം എൻ്റേത് എന്നുള്ളതില്ല, പകരം നമ്മുടേതെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബം സന്തോഷമുള്ളതായി തീരും. ഓരോ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ അവരുടെ ജീവിതം മാതൃകയാക്കുന്നു, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. നമ്മളെല്ലാം പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സദ്വചനമുണ്ട്. എന്താണ്? മാതാ പിത ഗുരു ദൈവം. എവിടെയാണ്, ആർക്കാണ് ആദ്യത്തെ സ്ഥാനം? മാതാവിനും പിതാവിനുമാണ്. ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു അത് കണ്ടാണ് മക്കൾ വളരുന്നത്. അവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, ഇതെല്ലാം മക്കളെ സ്വാധീനിക്കും. ഇന്ന് അനേക കുടുംബങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ ഒരു പരിധിവരെ വഴിതെറ്റിപ്പോകുന്നതിന് മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. കാരണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വീട്ടിൽ കടന്നു വരുന്ന ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു അപ്പന് എങ്ങനെ തൻ്റെ കുഞ്ഞിനോട് പറയാൻ സാധിക്കും, നീ വലിക്കരുത് അല്ലെങ്കിൽ നീ കുടിക്കരുത് എന്ന്? നിത്യവും വീട്ടിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനോട് നീ ദേഷ്യപ്പെടരുത്, നീ അരിശപ്പെടരുത്, നിനക്കെന്താണ് ഇത്ര കോപമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം നമ്മളെ കണ്ടാണ് നമ്മളുടെ ഓരോ മക്കളും വളർന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികൾ അവരവരുടെ കടമകൾ നിർവഹിച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വർഗം ഓരോ കുടുംബങ്ങളായിത്തീരും. അത് തന്നെയാണ് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നിനക്ക് നന്മ വരും, നീ സന്തുഷ്ടനായിരിക്കും. പിന്നെ പറയുന്നു, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും നിന്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ആയിരിക്കും. ഭർത്താവ് തൻ്റെ ജീവിതത്തിലെ കടമകൾ പൂർണ്ണമായി നിർവഹിക്കുക, ഭാര്യ തൻ്റെ ജീവിതത്തിലെ കടമകൾ പൂർണ്ണമായി നിർവഹിക്കുക. അങ്ങനെ ഭാര്യയും ഭർത്താവും കർത്താവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അനുസരണമുള്ള, ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള മക്കൾ കടന്നു വരികയും അവർ നിങ്ങൾക്ക് താങ്ങും തണലുമായി തീരും. ഏതൊരു ഭർത്താവും ഭാര്യയും ഭവനത്തിൽ മാതൃകാപരമായി ജീവിതം നയിക്കുന്നില്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അവരെ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ദൈവഭയത്തിൽ ജീവിക്കുകയോ ചെയ്യുകയില്ല. കാരണം മാതാപിതാക്കളാണ് ഏതൊരു മക്കളുടെയും മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബം സന്തോഷമുള്ളതായി തീരണമെങ്കിൽ, ഒരു കുടുംബം സമാധാനമുള്ളതായി തീരണമെങ്കിൽ, ഒരു കുടുംബത്തിൽ എന്നും സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഭാര്യ വിചാരിച്ചാൽ മതിയോ? ഭർത്താവ് വിചാരിച്ചാൽ മതിയോ? മക്കൾ വിചാരിച്ചാൽ മതിയോ? ആര് വിചാരിക്കണം? എല്ലാവരും ഒരുമിച്ച് വിചാരിക്കണം. അതിനാണ്
കുടുംബം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ചുമതല നിർവഹിക്കുമ്പോൾ ആ കുടുംബം സന്തോഷവും സമാധാനവുമുള്ളതായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെയും അഭിപ്രായം എന്നെ എഴുതി അറിയിക്കുക. എല്ലാ കുടുംബങ്ങളും സന്തോഷവും സമാധാനവുമുള്ളതായി തീരട്ടെ. എല്ലാ കുടുംബങ്ങളിലും ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.